Hello everyone. Welcome to Tea with TPS. ഇന്നത്തേത് നമ്മളുടെ ഒരു പ്രത്യേക പരിപാടിയാണ്. വിദേശ പഠനത്തിന് മലയാളികൾ അറിയേണ്ടത് എന്തെല്ലാം. ധാരാളം ആളുകൾ വിദേശത്ത് പോകുന്നു, പല രാജ്യങ്ങളിൽ, പല കാരണങ്ങളാൽ. അതിൽ ഏതാണ് ഏറ്റവും നല്ലത്? ഏത് തരത്തിലുള്ള വിസയാണ് കിട്ടാൻ സാധ്യത? സ്കോളർഷിപ്പ് കിട്ടാൻ സാധ്യതകളുണ്ടോ? നമ്മുടെ കരിക്കുലവും അവരുടേതുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ? അവിടെ ഇമിഗ്രേഷനുള്ള സാധ്യതകളുണ്ടോ? ഇതെല്ലാം സാധാരണ ചോദ്യങ്ങളാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ താരയോട് സംസാരിച്ചു. മെൽബേണിലെ ഫ്ലൈ വേൾഡ് എന്ന് പറയുന്ന ഒരു ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് താര നമ്പൂതിരി. അവർ നമ്മളോട് കൂടി മെൽബേണിൽ നിന്ന് ചേരുകയാണ് ഇപ്പോൾ. എനിക്ക് ഒരു കോ ഹോസ്റ്റസ് കൂടിയുണ്ട് ഇത്തവണ, പ്രൊഫസർ ലത നായർ, the distinguished head of department of the St. Teresa's Autonomous College in Ernakulam. So I'll put them together to speak about these possibilities, and I'll be basically an observer, but I shall ask them questions if anything comes up in the conversation. So welcome Tara Nambudiri and Lata Nair. Thank you, sir. Thank you, sir. Lata, please start. Good evening, sir, and good evening, Tara. It's indeed my privilege and pleasure to have this conversation going on. As TPS said, that this is more or less a conversation that we are going to have regarding the plethora of opportunities that are there for students, especially Indian students, who have so many opportunities to take up their higher education. ഒത്തിരി കുട്ടികള് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2009 ശേഷം പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് വളരെ അധികം പെൺകുട്ടികളും ആൺകുട്ടികളും ഉപരിപഠനത്തിനായിട്ട് പല സർവകലാശാലകളും, അതായത് കാനഡ, UK, ഓസ്ട്രേലിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വളരെയധികം വ്യത്യാസം കാണുന്നുണ്ട്. അവര് അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോ I've been working in St. Teresa's for the past 30 years. എനിക്കറിയാം, ഞാൻ ഉപരിപഠനത്തിന് UK പോകുമ്പോഴും നമുക്ക് അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ല. you're on your own, but there are so many facilities that are now there for students. താര അതിനെപ്പറ്റി ഒന്ന് കുട്ടികളോട് അല്ലെങ്കിൽ അതിനെപ്പറ്റി വിശദമായിട്ട് എന്തൊക്കെയാണ് ഓപ്പർച്യൂണിറ്റീസ്, കുട്ടികൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവര് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ പുറത്തെ യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുമ്പോൾ അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ്, അങ്ങനത്തെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ട്. അപ്പം അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. Thank you very much, Lata ma'am, and thank you very much, Srinivas, for this opportunity. നമ്മള് ഒരുപാട് ആൾക്കാര്, ലതമ്മ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാര് പുറത്തേക്ക് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നോക്കി ഫ്രം 2009 ഇറ്റ്സെൽഫ് നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അതിൽ തുടങ്ങുന്നത്, നമുക്ക് ഏത് ഏരിയയിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് കുട്ടികൾ ിരിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിൽ ഒരു ഡിഫറൻസ്, ഞാൻ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷൻ ലോയറാണ്. ഓസ്ട്രേലിയൻ UK ഓർ കാനഡ അവിടെയുള്ള എഡ്യൂക്കേഷനും നമ്മുടെ നാട്ടിലുള്ള എഡ്യൂക്കേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി നീഡ് ടു റിയലി ലുക്ക് ഇൻ ടു വാട്ട് ഏരിയ ഓഫ് സ്റ്റഡി യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദോസ് സ്റ്റുഡൻസ്. നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഡിപ്പെൻഡിങ് ഓൺ വിച്ച് കൺട്രി യു വുഡ് ലൈക്ക് ടു മൂവ്, ആ ഒരു കൺട്രിയെ പറ്റിയുള്ളൊരു പഠനവും കൂടി, അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവിടുത്തെ ബിഗ് കമ്പനീസ് ഏതൊക്കെയാണ്, എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് ഒരു ജോലി സാധ്യത എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്തതായിട്ട് നോക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ പല കുട്ടികൾക്കും ഇതിനെപ്പറ്റി വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കുകയില്ല.
അവർക്ക് തീർച്ചയായും തീർച്ചയായിട്ടും ഏതാണ് അഡ്മിഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ അതിനും പോകത്തക്കതായിരിക്കും അവർ ചിന്തിക്കുക പലപ്പോഴും. അതെ. അപ്പം അത് വളരെ ഒരു തെറ്റായ ഒരു രീതിയാണത്. നമുക്ക് എന്തു വേണം എന്ന് നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മളത് ചൂസ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മൾ പുറത്തു പോയി പഠിക്കുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമ്മളുടെ ഒരു നല്ലൊരു കരിയർ, പിന്നെ നമുക്ക് അവിടെ താമസിക്കാൻ, അവിടെ പെർമനന്റ് റെസിഡൻസിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ കൺട്രിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് ഇന്ത്യയിലേക്ക് നിങ്ങൾ തിരിച്ചു പോരുമ്പോൾ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓവറോൾ ഐഡിയ ഇല്ലാതെ നമ്മൾ കിട്ടുന്നതിന് പഠിക്കാൻ പോയാൽ മോസ്റ്റ് ഓഫ് ദ ടൈം അതൊരു ഫെയിലിയർ ആയിട്ട് മാറാനാണ് ചാൻസ്. കാര്യം വൺസ് യു റീച്ച് ദെയർ, ഞാൻ അതിലേക്കാണ് വരുന്നത്, യു റിയലി ഹാവ് ടു സ്റ്റഡി. നമ്മളൊരു ബുക്ക് വായിച്ച് പഠിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല. വെൻ യു ഗോ സ്റ്റഡി അബ്രോഡ്, യു വിൽ റിയലി നീഡ് ടു നോ ദ സബ്ജക്ട്. വൺസ് യു ഫിനിഷ് ദ സ്റ്റഡീസ്, യു ക്യാൻ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദാറ്റ് ഫീൽഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് ആരാണെങ്കിലും ഏത് കുട്ടികളാണെങ്കിലും അതാണ് നമ്മൾ വെരി ഫസ്റ്റ് തിങ് നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്. പിന്നീട് മാം ചോദിച്ച പോലെ നമുക്ക് പിന്നീടുള്ളൊരു കാര്യം, നമുക്ക് ഒരു ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് അഫോർഡബിൾ, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുള്ള കാര്യം നോക്കുക. അവിടെ നിന്ന് നമുക്ക് ആദ്യമായി ഒരു ഓഫർ ലെറ്റർ, അതായത് ആ ഒരു കോഴ്സ് പഠിക്കുന്നതിലേക്കായി ആ യൂണിവേഴ്സിറ്റിയാണ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പം അതിലൊരു പോയിന്റ് മാം പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ജെനുവിൻ ടെമ്പററി എൻട്രന്റ് ക്രൈറ്റീരിയ എന്ന് പറയും. അതായത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പഠിക്കാൻ വരുന്നത് എന്ന് നമ്മൾ ആ യൂണിവേഴ്സിറ്റിയെ കൺവിൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ പഠനം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ്. അപ്പൊ നമ്മൾ അത് നോക്കുക. പിന്നെ അതുപോലെ വേണ്ട വേറൊരു കാര്യമാണ് ഇംഗ്ലീഷ് റിക്വയർമെന്റ്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓൾ ദീസ് കൺട്രീസ് ആർ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. അപ്പം അവർ ഈ ലാംഗ്വേജ് നിർബന്ധമാക്കിയിരിക്കുന്നതിന്റെ ഒരു റീസൺ, വൈൽ യു ആർ ദെയർ you need to survive. If you don't even know how to communicate in English, then you won't be able to survive there. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഇംഗ്ലീഷ് റിക്വയർമെന്റ് നോക്കുക. പിന്നീട് മെയിൻ ആയിട്ട് നമ്മൾ സ്റ്റുഡൻസ് അറിയേണ്ട ഒരു കാര്യം ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയാണ്. നമ്മൾ ഏത് കൺട്രി ആണെങ്കിലും they would want to know if you have enough ഫൈനാൻഷ്യൽ മീൻസ് ടു സെറ്റിൽ ദെയർ. അതൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഈ ഫൈനാൻഷ്യൽ കപ്പാസിറ്റിയിൽ അറിയേണ്ട ഒരു കാര്യം കോഴ്സ് ഫീസ് ആണ്. എന്താണ് നമ്മുടെ കോഴ്സ് ഫീസ്, എൻ്റെ ഒരു ടോട്ടൽ ഫീസ് എത്ര വരും, പിന്നെ അവിടുത്തെ ഒരു ലിവിങ് കോസ്റ്റ് എന്താണ്, നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുമ്പോഴുള്ള ട്രാവൽ കോസ്റ്റ് എന്താണ്, നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എത്ര അവേഴ്സ്, അതായത് സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് ലിമിറ്റഡ് അവേഴ്സ് ആണ് പഠിക്കാൻ കിട്ടുന്നത്. അപ്പൊ എത്ര അവേഴ്സ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഏതൊരു സ്റ്റുഡന്റ് ആണെങ്കിലും മുന്നോട്ടുള്ള ഡിസിഷൻ എടുക്കാവൂ എന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ ഡിഫറെന്റ് രാജ്യങ്ങളെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഓക്കെ, നമ്മൾ നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് തന്നെ ഏത് രാജ്യത്താണ് ഓരോ രാജ്യത്തിനും ഓരോ ടൈപ്പ് സ്കിൽ ഷോർട്ടേജസ് ഉണ്ട്. ഇപ്പം ഓസ്ട്രേലിയ എടുക്കുകയാണെങ്കിൽ ഡ്യൂ ടു കോവിഡ് ഓസ്ട്രേലിയ ഒരു 3 ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ആണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത് ഫോർ എക്കണോമിക് റിക്കവറി. അപ്പൊ അതിൽ വരുന്നത് IT, ഹെൽത്ത് പ്രൊഫഷണൽസ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഇങ്ങനെ 3 ക്രിട്ടിക്കൽ സെക്ടേഴ്സ് ആൻഡ് ദർ ആർ സം ക്രിട്ടിക്കൽ ഇൻഡസ്ട്രീസ് ആസ് വെൽ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കാനഡ എടുക്കുകയാണെങ്കിൽ കാനഡ ഏതൊക്കെ കോഴ്സിനാണ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് എന്ന് നമ്മളത് നോക്കി അവിടുന്ന് അത് കഴിഞ്ഞാണ് നമുക്കൊരു കൺട്രി തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. സോ ദാറ്റ് അപ്പം നിങ്ങൾക്ക് ഏതിലാണോ ഇൻട്രസ്റ്റ് ആ ഏരിയയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ നല്ല നല്ല കമ്പനീസ്, ബിഗ് മൾട്ടിനാഷണൽ കമ്പനീസിലുള്ള ഇന്റേൺഷിപ്പ്, അതൊക്കെ വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഡിപ്പെൻഡിങ് ഓൺ യുവർ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അങ്ങനെ നോക്കിയിട്ട് ഒരു യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു കൺട്രിയോ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. കാരണം അതുപോലെ കുട്ടികൾക്ക് എപ്പോഴും സംശയമുള്ള ഒരു കാര്യം, നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഇത് റെഗുലർ ആയിട്ട് ആസ് എൻ അക്കാഡമിഷ്യൻ ഞാൻ ഫേസ് ചെയ്യുന്നതാണ്. അപ്പൊ അവര് വന്ന് ആദ്യം ചോദിക്കുന്നത്, ഇപ്പൊ UK ഉണ്ട്, കാനഡ ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഈ ലാംഗ്വേജ് റിക്വയർമെന്റ് ടെസ്റ്റ് ഇല്ലേ, അത് അവര് ആപ്ലിക്കേഷന് മുന്നേ തന്നെ ചെയ്യണോ, അതിന്റെ വാലിഡിറ്റി പീരീഡ്, ഇങ്ങനത്തെ ഒരു സ്ഥിരമായി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ലാംഗ്വേജ് എന്ന് പറയുന്നത്, ലാംഗ്വേജ് നമുക്ക് എത്രമാത്രം എബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് തന്നെയാണ്. ടു ആൻസർ യുവർ ക്വസ്റ്റ്യൻ മാം, നമുക്കൊരു യൂണിവേഴ്സിറ്റിയിൽ we can apply for an admission
ആൻഡ് അവർക്ക് നമുക്കൊരു കണ്ടീഷണൽ ഓഫർ തരാൻ സാധിക്കും. അതായത് ദാറ്റ് ഓഫർ വിൽ ബി ഗിവൺ ഓൺ എ കണ്ടീഷൻ ദാറ്റ് യു ഹാവ് ദിസ് മച്ച് സ്കോർ ഇൻ ഇംഗ്ലീഷ്. അങ്ങനെ ഒരു കണ്ടീഷണൽ ഓഫർ തരാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ നോക്കുമ്പം ആദ്യമേ തന്നെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുന്നതാണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. കാര്യം നമുക്കൊരു കണ്ടീഷണൽ ഓഫർ കിട്ടിയാലും വാട്ട്സ് ദ പോയിന്റ് ഇഫ് യു കനോട്ട് ഗെറ്റ് ദാറ്റ് സ്കോർ. അപ്പം അതനുസരിച്ചാണ് നമുക്ക് ഏറ്റവും നല്ലത് ഇംഗ്ലീഷ് സ്കോറിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. പിന്നീട് നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇംഗ്ലീഷ് ടെസ്റ്റുകൾ, പലതരത്തിലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളുണ്ട്. അതിലേതാണ് നമുക്ക് സൗകര്യമെന്ന് നോക്കി അതിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത്, അപ്പോൾ IELTS ഉണ്ട്, അല്ലെങ്കിൽ PTE എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ടെസ്റ്റും എല്ലാം വൈഡ്ലി അക്സെപ്റ്റബിൾ ആണ് ആ ടെസ്റ്റും. അപ്പൊ അങ്ങനത്തെ ടെസ്റ്റുകൾ ഇരുന്ന് നിങ്ങൾക്ക് റെലവൻറ്റ് സ്കോർ വാങ്ങിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ താരയുടെ എക്സ്പീരിയൻസ് എന്താണ്? ഇന്ത്യയിലെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ ലാംഗ്വേജ് ടെസ്റ്റ്? അത്രേ ഉള്ളൂ, വളരെ പ്രിലിമിനറി ആണ് ശരിക്കും, അല്ലെ? അതൊരു ലിറ്റററി ഓർ സയന്റിഫിക് നോളജ് അല്ലല്ലോ. തീർച്ചയായിട്ടും അല്ല. നമ്മൾ ഇന്ത്യയിൽ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണ്. ഇനിയിപ്പം എവിടെ പഠിച്ചാലും നമ്മൾ ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് അവർ പ്രാക്ടീസ് ടു സിറ്റ് ഫോർ ദാറ്റ് ടെസ്റ്റ്. ഒരു ടെസ്റ്റ് ആണല്ലോ, അപ്പൊ ആ ടെസ്റ്റിനുള്ള പ്രാക്ടീസ് ആണത്. സോ നമുക്ക് സർ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയിൽ പഠിച്ചു വന്നിട്ടുള്ള ഒരാൾക്ക് ഇംഗ്ലീഷ് ടെസ്റ്റ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് കോളേജുകളിൽ അതൊക്കെ അറിയാമായിരിക്കും, ഇതിനേക്കാളും കൂടുതലും അധ്യാപകർ മലയാളം ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ കോളേജുകളിൽ. അതൊരു പ്രശ്നമല്ലേ ലത? സർ, അത് മാത്രമല്ല പ്രശ്നം. കാര്യം നമ്മുടെ ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മള് കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് അവർ ഏകദേശം 18 വയസ്സ് കഴിഞ്ഞിട്ടാണ് അവര് കോളേജിലേക്ക് വരുന്നത്. പണ്ട് നമുക്ക് പ്ലസ് ടു ഇല്ലായിരുന്നു, പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കൂടെ നമുക്ക് അവരുടെ ലാംഗ്വേജ് സ്കിൽസ് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് സ്കൂളിൽ നിന്ന് തന്നെ മാറി വരേണ്ട ഒരു കാര്യമാണ്. അതായത് ഈ കോളേജിൽ വന്നതിന് ശേഷം നമുക്ക് അവരെ എത്രത്തോളം ഈ ലാംഗ്വേജ് സ്കിൽസിൽ പ്രൊഫഷ്യന്റ് ആക്കാം എന്നുള്ളതിന് പരിമിതികൾ ഏറെയുണ്ട്. പക്ഷെ എന്നാലും ഞാൻ കണ്ടിട്ടുണ്ട് സെന്റ് റിസേഴ്സില് ഇംഗ്ലീഷ് ഒരു ലൈൻ പോലും അല്ലെങ്കിൽ സംസാരിക്കാൻ പറയാത്ത കുട്ടികൾ വന്ന് ജോയിൻ ചെയ്തിട്ട് അവര് വളരെ അഡപ്റ്റ് യൂസേഴ്സ് ആയി അവരുടെ ഗ്രോത്ത് ഭയങ്കര ഒരു ഫിനോമിനലാണ്. ആ വില്ലുണ്ടെങ്കിൽ അവരെ ഏത് സാഹചര്യത്തിൽ നിന്നും ആ ലെവലിലേക്ക് ഉയരാറുമുണ്ട്. അപ്പം ചേഞ്ച് വരണം എന്ന് ചോദിക്കുവാണെങ്കിൽ ആ ചേഞ്ച് നമ്മുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെ ഇംഗ്ലീഷിന്റെ അത് ഏത് ഭാഷയ്ക്കും അങ്ങനെ തന്നെയാണ്. വെൻ യു ബിക്കം ദ എൻഡ് യൂസർ ആൻഡ് ദ എൻതൂസർ ഓഫ് എ ലാംഗ്വേജ് കംസ് ടു യു, ഫ്ലോസ് ടു യു നാച്ചുറലി. സോ അങ്ങനെ ആയിരുന്നു ഞാൻ പഠിച്ച കാലത്ത്. ഞാൻ മലയാളത്തിൽ പഠിച്ചിട്ടാണ് കോളേജിൽ വന്നത്. ആദ്യത്തെ ഒരു 6 മാസം, ഏകദേശം 1 വർഷം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ഇറ്റ് വാസ് ടോട്ടൽ ഇമേർഷൻ ആയിരുന്നു. അതുകൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇംഗ്ലീഷ് ഉപയോഗിക്കാനുള്ള സൗകര്യം ലഭിച്ചു. പക്ഷെ ഇപ്പോൾ കോളേജിൽ പലപ്പോഴും കാണുന്നു, ഞാൻ ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ പറ്റിയല്ല പറയുന്നത്, വിശേഷിച്ചും സയൻസ് ടീച്ചേഴ്സൊക്കെ മലയാളത്തിൽ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് മനസ്സിലാവും എന്നുള്ള ഒരു ആർഗ്യുമെന്റിന് വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഒരു ഹാൻഡിക്യാപ്പായി മാറിയേക്കും നമ്മുടെ കുട്ടികൾക്ക് പുറത്തു പോകുന്നത്. അത് സാർ പറഞ്ഞത് സത്യമാണ്. ഒരു പരിധിവരെ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് ഫോർ വൈഡർ കമ്മ്യൂണിക്കേഷൻ ആണ് താര പറഞ്ഞ പോലെ. ആൻഡ് യു ആർ നോട്ട് നൗ ദ തിങ് ഈസ് ഇറ്റ് ഈസ് എ വേൾഡ് ഓഫ് ഇംഗ്ലീഷസ്. അല്ലാതെ നമുക്കിപ്പോ റിസീറ്റ് പ്രൊനൗൺസിയേഷനിലുള്ള ഇംഗ്ലീഷ് തന്നെ സംസാരിക്കണമെന്നില്ല. ആസ് ലോങ് ആസ് യു കമ്മ്യൂണിക്കേറ്റ് ഇഫക്റ്റീവ്ലി, ദെൻ that is will not become a challenge as far as your aspiration to get into one of the finest universities in the world. പക്ഷെ സാറ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് വിചാരിച്ചാൽ ഈ ഒരു ചാലഞ്ചും അഡ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു എക്സ്പീരിയൻസ് എന്താണ്? ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികൾ പൊതുവെ സാറ്റിസ്ഫാക്ടറി ആണോ ലാംഗ്വേജിൽ? തീർച്ചയായിട്ടും അവർ സാറ്റിസ്ഫാക്ടറി ആണ്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് വരുന്ന കുട്ടികളിൽ ഞാൻ പൊതുവെ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ഇംഗ്ലീഷിൽ നല്ല നോളജ് ഉണ്ട്. ബട്ട് ഇവൻ ദേ സിറ്റ് ഫോർ ദ ടെസ്റ്റ്. അപ്പൊ നമ്മൾ ഈ പണ്ട് മുതലേ ടെസ്റ്റ് എഴുതി ആ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് വെൻ ദേ സിറ്റ് ഫോർ ദ ടെസ്റ്റ് ദേ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. അപ്പം ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഒരു 1-2-3 മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന കുട്ടികളാണ് ഞാൻ കാണുന്നതിൽ കുറച്ചുകൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ശരി. എനിക്ക് പിന്നെ താരയോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഇപ്പൊ നമുക്ക് UK, കാനഡ, ഓസ്ട്രേലിയ,
ഇത് മൂന്നും എടുത്തു കഴിഞ്ഞാലും പേരൻസിന്റെ മെയിൻ ആയിട്ടുള്ള കൺസേൺ എന്താന്ന് വെച്ചാല് ഇത് പഠിക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ആഗ്രഹം കാണും, വിൽ ദ കോഴ്സ് ദാറ്റ് ദേ ടേക്ക് അതുകൊണ്ട് അവർക്ക് ഒരു ജോബ് റെഡിനെസ് കിട്ടുമോ എന്നുള്ളത്. സ്കോളർഷിപ്പാണ് ആദ്യത്തെ ഇഷ്യൂ. സ്കോളർഷിപ്പ്, അതെ. അത് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സ്കോളർഷിപ്സ് എത്രത്തോളം ലഭിക്കും? ഈ രണ്ട് കാര്യം എപ്പോഴും പേരൻസിന് ഒരു ആൻസൈറ്റിയാണ്, ആദ്യത്തെ ആൻസൈറ്റിയാണ്. തീർച്ചയായിട്ടും പേരൻസിന് ആ ഒരു ആങ്സൈറ്റി ഉണ്ട്. നമ്മൾ സ്കോളർഷിപ്സ് ആർ അവൈലബിൾ. നമുക്ക് ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റീസിലും സ്കോളർഷിപ്സ് ഉണ്ടാകും. ആൻഡ് അതിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ മീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് വരെ നമുക്ക് യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡിങ് ഓൺ യുവർ അക്കാഡമിക് എക്സലൻസ്. അത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആൾക്കാർ ജോലി എന്ന് പറയുന്നത്, ഇവിടെ വന്ന് പഠിച്ചാൽ ആർ ദേ ഗോയിങ് ടു ബി ജോബ് റെഡി, പുറത്തുള്ള സ്ഥലത്ത് പഠിച്ചാൽ ആൻസർ ഈസ് യെസ്. നമ്മൾ വേൾഡ് ക്ലാസ് എഡ്യൂക്കേഷൻ ആണ് ഈ പറയുന്ന യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ സ്റ്റുഡന്റിന് അത് പഠിക്കാൻ താല്പര്യമുണ്ട്, അത് അങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ജോബ് റെഡി. പിന്നീട് ഞാൻ കണ്ടിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനെ ഒരു കൾച്ചറൽ ഷോക്ക് എന്ന് പറയും. അതായത് നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് വന്നു കഴിയുമ്പം അവർക്ക് ഇവിടുത്തെ ഒരു രീതികളും ഒക്കെ കാണുമ്പം ദേ ഹാവ് ടു ഡീൽ വിത്ത് ദാറ്റ് കൾച്ചറൽ ഷോക്ക്. ദിസ് ഈസ് നോട്ട് ദ കൾച്ചർ ദാറ്റ് ഐ എം കമ്മിങ് ഫ്രം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് ഡീൽ ചെയ്യാനായിട്ട് എല്ലാ കൺട്രീസിലും തന്നെ അവരുടേതായ രീതിയിലുള്ള കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസും പിന്നെ അതുപോലെ നമുക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്ലബ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ പേരൻസിന് ഉണ്ടാകുന്ന ഒരു കൺസേൺ ഈ കൾച്ചറൽ ഷോക്കാണ്. കുട്ടികൾക്കും അത് തന്നെ. ആദ്യത്തെ 2-3 മാസം സംടൈംസ് ദേ ഫീൽ ലൈക്ക് ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഐ വാണ്ട് ടു ബി. നമ്മൾ പഠിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ പുറത്തിറങ്ങിയാൽ എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും വരുന്നുണ്ട്. അതൊരു 2-3 തീർച്ചയായിട്ടും വളരെയധികം സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഉണ്ട്, അവരെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ സിമിലർ ആയിട്ട് നമുക്കിപ്പം എവിടെയാണ് അക്കോമഡേഷൻ എന്ന് വെച്ചാൽ അവിടെ അതുപോലെ അതേ കൺട്രീസ്, അതേ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുടെ കൂടെ നമുക്ക് പോകാനും അങ്ങനെ അതിനുള്ള വളരെയധികം സപ്പോർട്ട് സിസ്റ്റം യൂണിവേഴ്സിറ്റീസ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് അവർ തന്നെ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ. പൊതുവെ ഫോറിൻ സ്റ്റുഡൻസ് ഫ്രണ്ട്ലി ആണ് അവിടുത്തെ യൂണിവേഴ്സിറ്റീസ് അല്ലെ? തീർച്ചയായിട്ടും അവർ വളരെ ഫ്രണ്ട്ലി ആണ്. അടുത്ത കൺസേൺ എന്താന്നോ താര, കുട്ടികള് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എനിക്ക് തോന്നുന്നു ഈ വിസ ആപ്ലിക്കേഷൻ ഫില്ലിൻ ചെയ്യുമ്പോഴാണ്. ഈ 3 കൺട്രീസിലും എന്തൊക്കെയാണ് നമ്മൾ ഈ വിസ ആപ്ലിക്കേഷൻ വേണ്ടി ഫോർവേഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ? അവർക്ക് ഒരു ഏജൻസിനെ സമീപിക്കാൻ പറ്റുമോ? പല റൂമേഴ്സ് ആണ്, പല ആപ്രിഹെൻഷൻസ് ആണ് പേരൻസിനും കുട്ടികൾക്കും. എങ്ങനെയാണ് ഒരു കറക്റ്റ് ഗൈഡൻസ്, അല്ലെങ്കിൽ ഈ വിസ ആപ്ലിക്കേഷൻ എഴുതുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊരു ഏജൻസി വഴിയായിട്ട് പോകുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്, അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. തീർച്ചയായിട്ടും. നമ്മൾ വിസ ആപ്ലിക്കേഷന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഓഫറാണ്. ആ ഓഫർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുവാണ് ആദ്യം ചെയ്യേണ്ടത്. അത് അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഒരു എൻറോൾമെന്റ് കൺഫർമേഷൻ കിട്ടും. അതായത് യു ആർ എൻറോൾഡ് ഇൻ ടു ദിസ് കോളേജ് എന്ന് പറഞ്ഞ് നമുക്കൊരു ലെറ്റർ കിട്ടും. ഈ ലെറ്റർ മസ്റ്റ് ആണ് ഇൻ ഓർഡർ ടു അപ്ലൈ ഫോർ എ വിസ. നമ്മൾ വിസ ആപ്ലിക്കേഷൻ പാർട്ടിലോട്ട് വരുമ്പം നമുക്ക് വേണ്ട 3 മെയിൻ കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് അല്ലെങ്കിൽ ജെനുവിൻ എൻട്രൻസ് ക്രൈറ്റീരിയ, ടെമ്പററി എൻട്രൻസ് ക്രൈറ്റീരിയ എന്നാണ് പറയുന്നത്, GT എന്ന് പറയും. അപ്പം അത് നമുക്ക് ഒരു ലെറ്റർ ആണ് അബൌട്ട് വൈ യു തിങ്ക് യു വാണ്ട് ടു സ്റ്റഡി ദിസ് എന്നുള്ളതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കൊടുക്കണം. പിന്നീട് നമുക്ക് വേണ്ടത് നമ്മുടെ ഇംഗ്ലീഷ് റിക്വയർമെന്റ് ആണ്. അതിന്റെ ഇംഗ്ലീഷ് റിക്വയർമെന്റ് നമ്മൾ മീറ്റ് ചെയ്യുക. പിന്നീടുള്ള മെയിൻ തിങ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ആണ്. വിസ ആപ്ലിക്കേഷന്റെ ടൈമിൽ വി ഹാവ് ടു ഷോ ദാറ്റ് വി ഹാവ് ഡെപ്പോസിറ്റ് ഇൻ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അല്ലെങ്കിൽ അത് സ്റ്റുഡന്റിന്റെ പേരിലോ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ പേരൻസിന്റെ പേരിലോ ഉള്ള ഒരു 1 year ലിവിങ് കോസ്റ്റിന്റെ ഒരു ഡെപ്പോസിറ്റ് ആണ് കാണിക്കേണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ വരുമ്പം ചെറിയൊരു കൺഫ്യൂഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ കൺട്രീസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇത് ഒരു ഏജന്റിനെ നമ്മൾ ഇത് ചെയ്തു കൊടുക്കുന്ന ആളിനെ നമ്മൾ
അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ഡൂയിങ് ദിസ് ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പം ദേ സിംപ്ലി നോ വാട്ട് ആർ ദ റിക്വയർമെന്റ്സ് ഫോർ എ പർട്ടിക്കുലർ വിസ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഗൈഡൻസ് എടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ദം ടു മേക്ക് ഇറ്റ് സക്സസ്ഫുൾ. പക്ഷെ ഞാൻ അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ പറയേണ്ടതായിട്ടുണ്ട്. പ്ലീസ് ഡു നോട്ട് ഫോളോ ദം ബ്ലൈൻഡ്ലി. ഓക്കെ, സോ അവര് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയില്ല. ചിലരൊക്കെ ഇവിടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞിട്ട് എന്റെ വിസ എനിക്ക് റിജക്റ്റ് ആയി, അപ്പൊ ഏത് വിസയ്ക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് അതെനിക്കറിയില്ല, ഏത് കോഴ്സിനാണ് നിങ്ങൾ പോയത് അതെനിക്കറിയില്ല. സോ അങ്ങനെ ബ്ലൈൻഡ്ലി പ്ലീസ് ഡു നോട്ട് ഫോളോ ദം. ബട്ട് ഇഫ് യു ടേക്ക് their സർവീസ്, കാര്യം ഇതിന്റെ ഈ ഒരു വിസ ആപ്ലിക്കേഷൻ ഇടുമ്പോൾ ഇത് നോക്കുന്ന കേസ് ഓഫീസേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് they are not lawyers or they are not anything, they are not qualified, they are just admin officers. അപ്പോൾ admin officers are also qualified, പക്ഷെ അവർക്ക് ഇതൊരു ലീഗൽ നോളജ് ഇല്ല. അതുകൊണ്ട് തന്നെ they have been given some instructions in front of them. അപ്പൊ ആ ഇൻസ്ട്രക്ഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ മീറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ. നോട്ട് തിങ്കിങ് ഔട്ട്സൈഡ് ദ ബോക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ there are certain things that they would like to see in a particular way. അപ്പൊ ആ വഴിയിൽ അങ്ങനെ തന്നെ കൊടുക്കാൻ ഈ ഏജൻസിനും അല്ലെങ്കിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർക്കും സാധിക്കും. അപ്പൊ അതൊരു പരിധി വരെ നമ്മുടെ പ്രോസസ് എക്സ്പീഡിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി ഇത് തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then you will have to really look through the requirements. അത് റിക്വയർമെന്റ്സ് നോക്കി നമുക്ക് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. ഇൻ എനി വേ ഇത് പഠിക്കാൻ വരുന്ന കുട്ടികളോട് ഇപ്പോഴും പറയാനുള്ള ഒരേ ഒരു കാര്യം, പ്ലീസ് ഡോണ്ട് ഫോളോ എനിത്തിങ് ബ്ലൈൻഡ്ലി. ചുമ്മാതെ പോയിട്ട് ആരോ പറയുന്നത് കേട്ടിട്ട് എന്തോ ചെയ്യാതെ please have a look into what you want and then make an application accordingly. അല്ല, പക്ഷെ നിങ്ങളെ പോലുള്ള ഏജൻസീസിന്റെ റോൾ എപ്പോഴാണ് വരുന്നത്? നമ്മളെ പോലെയുള്ള ഏജൻസി നമുക്ക് ചെയ്തു കൊടുക്കാം. ഫോർ ഫ്ലൈ വേൾഡ് നമുക്ക് ചെയ്തു കൊടുക്കുന്നത് we will help them to choose the course. അത് ഏത് കോഴ്സ് ആണെന്നുള്ളത് യൂണിവേഴ്സിറ്റി കോൺടാക്ട് ചെയ്യേണ്ട എപ്പോഴാണ്? അഡ്മിഷൻ വാങ്ങിയിട്ട് വേണോ? അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് റോളില്ലേ? ഉണ്ട്. ഞാനതാ പറഞ്ഞത്. നമ്മൾ വെരി ഫസ്റ്റ് മുതൽ നമുക്ക് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. കാര്യം വിസ ആപ്ലിക്കേഷൻ മാത്രമല്ല, ടു ഹെൽപ്പ് ദം ടു ചൂസ് ദ കോഴ്സ് ആൻഡ് ദെൻ ഗെറ്റ് ആൻ അഡ്മിഷൻ ആൻഡ് ദെൻ അപ്ലൈ ഫോർ ദ വിസ ആസ് വെൽ. സോ ഫോർ ദ ഹോൾ പ്രോസസ് വി ക്യാൻ ഹെൽപ്പ് ദം. So the first step is for them to contact someone like you, an agency. Yes. But how much attention will you be able to give them initially? Definitely we can, depending on the genuineness, rather than asking എന്തെങ്കിലും ചോദിക്കുകയല്ല, അത് genuine ആണെന്നുണ്ടെങ്കിൽ we can definitely help them with choosing the course. Lata, do you have any experience of agencies like this? I think when I applied for എനിക്ക് തോന്നുന്നു USA പോകാനായിട്ട് ഞാൻ ഹെൽപ്പ് എടുത്തിരുന്നു. Because I found it, I applied for creative writing course in State Kansas University. So I think that made a lot of difference in the sense that our application നമുക്ക് ഒരു തെറ്റുമില്ലാതെ ആ പ്രോപ്പർ ഗൈഡൻസിൽ കൂടെ വരുമ്പം താര പറഞ്ഞ പോലെ അവര് എല്ലാ ദിവസവും ഇത് പ്രോസസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഒരു ഗൈഡൻസ് കിട്ടിക്കഴിയുമ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷനിൽ നമ്മള് സാറിനും അറിയാലോ, നമ്മള് അമേരിക്കൻ US വിസയുടെ ഇതിൽ പോകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. പക്ഷെ എനിക്ക് ഒരു പ്രശ്നവും ഉണ്ടായില്ല. ആ ഗൈഡൻസ് എടുത്തതിന്റെ ഗുണം ഞാൻ ശരിക്കും അഡ്വാൻറ്റേജ് ഞാൻ അനുഭവിച്ച ആളാണ്. ഇന്ത്യയിലുള്ള ഏജൻസിയാണോ ഉപയോഗിച്ചത്? അതെ. അതുപോലെ തന്നെയാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഡീക്കൻ യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോഴും the university was funding me completely, but even then I took help from the same ഈ ആള് വഴിയാണ് ഞാൻ ഓസ്ട്രേലിയൻ വിസയുടെ പ്രോസസ്സിങ് ചെയ്തത്. അത് വളരെ അഡ്വാൻറ്റേജസ് ആയിരുന്നു. എനിക്ക് 3 daysനകത്ത് എനിക്ക് വിസ വന്നു. UK ഓൾസോ ഐ ഹാഡ് ദ സെയിം തിങ് when I went for my studies. അപ്പം അത് താര പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശരിയാണ്. നമ്മള് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കരുത്. നല്ല റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഏജൻസി വഴി പോകുമ്പോൾ ആ ഗൈഡൻസ് വിസ റിജക്റ്റ് ചെയ്യാതിരിക്കാൻ കുറെ അധികം സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പിന്നെ ഒരു കാര്യം താര, ഈ പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിന് ഞാൻ കണ്ടിരിക്കുന്ന അവര് വിസയ്ക്ക് അപ്ലൈ ചെയ്യും. വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ UK ഫോർ എസ്പെഷ്യലി UK വിസ കിട്ടിക്കഴിഞ്ഞ് അവിടെ വരുമ്പം അപ്പോഴായിരിക്കും അവർ അറിയുന്നത് ദർ ഇസ് ഈ പാർട്ട് ടൈം വർക്ക് കിട്ടാത്ത വിസയായിരിക്കും. അതിനെ പറ്റി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു.
അതാണ് നമ്മള് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതുകൊണ്ട് അതിന് എന്തൊക്കെയാണ് റൈറ്റ്സ് ഉള്ളത്, നമ്മൾ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വിസ നമുക്ക് എത്ര അവേഴ്സ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, നമുക്ക് എവിടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും, ഏതെങ്കിലും ഏരിയ റെസ്ട്രിക്ഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെയധികം നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക ഇഫ് യു ആർ ഗോയിങ് ടു ഡിപ്പെൻഡ് ഓൺ യുവർ വർക്ക്. അപ്പം ഓസ്ട്രേലിയയിലാണെങ്കിൽ വെൻ യു കം ഓൺ എ സ്റ്റുഡന്റ് വിസ നമുക്ക് 20 hours a week ആണ് നമുക്ക് വർക്ക് റൈറ്റ്സ് ഉള്ളത്, എക്സെപ്റ്റ് വെൻ യു സ്റ്റഡി മാസ്റ്റേഴ്സ് ബൈ റിസർച്ച്. മാസ്റ്റേഴ്സ് ബൈ കോഴ്സ് വർക്ക് വരെ നമുക്ക് 20 hours പെർ വീക്ക് ആണ് നമുക്ക് വർക്ക് റൈറ്റ്സ് ഉള്ളത്. അപ്പം അതുപോലെ തന്നെ വേറെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ആൾക്കാർക്ക് വെൻ ദേ ഹാവ് ഡിപ്പെൻഡന്റ് ഫാമിലി മെമ്പേഴ്സ്, ഇപ്പം ചിലരാണെങ്കിലും മാരീഡ് ആയിരിക്കും, സോ ദേ വുഡ് വാണ്ട് ദെയർ സ്പൗസ് ടു കം വിത്ത് ദം. അപ്പം അങ്ങനെ അവർക്കുള്ള ഒരു ഡിപ്പെൻഡന്റ് വിസയിൽ പോകുമ്പം എന്തൊക്കെ റൈറ്റ്സ് ആണ് അവർക്കുള്ളത്, എത്രമാത്രം വർക്ക് റൈറ്റ്സ് അവർക്കുണ്ട്. കാര്യം നമ്മുടെ സ്പൗസിനെ കൊണ്ടുമ്പോൾ അവരോട് അവിടെ വന്നിട്ട് വെറുതെ ഇരിക്കാൻ പറയാൻ പറ്റില്ല, ദേ വിൽ ഓൾസോ ഹാവ് ടു ഡു സംതിങ്. അപ്പം അതിനുള്ള റൈറ്റ്സ് എന്തൊക്കെയാണ്, അപ്പം നമ്മൾ ഒരു ആപ്ലിക്കന്റോടുള്ളപ്പം നമ്മുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി നമ്മൾ കൂടുതൽ കാണിക്കണം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളും അത് നമ്മൾ നന്നായി നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. ചില വിസാസിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ദാറ്റ്സ് അനദർ പോയിന്റ് ഓഫ് കോൺടാക്ടിങ് എൻ ഏജന്റ് ഓർ എ ലോ ഫേം ടു സീ ഈ ഒരു ടൈപ്പ് ഓഫ് വിസ, ഈ ഒരു Tier 1 Tier 5 വിസയ്ക്ക് അല്ലെ Tier 3 വിസയ്ക്ക് എന്തൊക്കെയാണ് ഇതിന്റെ റൈറ്റ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഈ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടില്ല അറിഞ്ഞില്ല എന്നുള്ള ആ പ്രോബ്ലംസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഒരു കൺസേൺ പലപ്പോഴും പേരൻസ് വോയിസ് ചെയ്യാത്തുള്ള താര, ഇറ്റ് ഈസ് അബൌട്ട് ദി എക്സ്ക്ലൂഷണറി പ്രാക്ടീസസ് ഇൻ സം ഓഫ് ദ ക്യാമ്പസസ് അക്രോസ് എല്ലായിടും. അപ്പൊ അതിനെപ്പറ്റി ഭയങ്കര കൺസേൺ ഈയിടെ കൂടുതൽ കുട്ടികളുടെ പേരൻസ് ഇങ്ങനെ വന്ന് അഡ്വൈസ് വന്ന് ചോദിക്കുമ്പോ അയ്യോ അവിടെ യൂണിവേഴ്സിറ്റിയിൽ വിട്ടാൽ ഇങ്ങനെ ഭയങ്കര സേഫ് ആണോ, സേഫ്റ്റി ആണ് മെയിൻ ആയിട്ട്, പിന്നെ ഡിസ്ക്രിമിനേഷൻ എക്സ്ക്ലൂഷണറി പ്രാക്ടീസസിനെ പറ്റിയിട്ടും കുട്ടികളെ പേരൻസ് ആണ് വളരെ കൺസേൺഡ് ആയിരിക്കുന്നത്. അതിനെ പറ്റി ഒന്ന് പറയൂ. തീർച്ചയായിട്ടും പറയാം. നമ്മൾ ഒരു പേരൻസിനോട് തന്നെ പറയുകയാണ്, നമ്മൾ ഈ എക്സ്ക്ലൂഷണറി പ്രാക്ടീസസ് അല്ലെ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത് അത് നമ്മൾ വളരെയധികം കുറവാണ് എന്ന് തന്നെ പറയാം. ഞാൻ ഓസ്ട്രേലിയയിൽ 2003 മുതൽ ഓസ്ട്രേലിയയിലുള്ള ആളാണ്. ആൻഡ് ഓൾസോ ഐ ബീൻ പ്രാക്ടീസിങ് ദിസ് ഏരിയ ഫോർ എ ലോങ് ടൈം. നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ഓസ്ട്രേലിയയിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ ഇതൊക്കെ ഒരു one off incident ആണ്. And also we don't know the other part of the story. നമുക്ക് മറ്റേ പാർട്ട് നമുക്ക് അറിയില്ല. So they are actually when you are here to study, അപ്പൊ അത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയേണ്ടതായിട്ടുണ്ട്. when you are here to study then you won't be affected by any of these things. ഇപ്പൊ നമ്മുടെ ഓസ്ട്രേലിയയുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രി തന്നെ മെയ്ഡ് അപ്പ് ഓഫ് ഇമിഗ്രൻസ് ആണ്. ഈ ഓസ്ട്രേലിയൻസ് എന്ന് പറയുന്നത് അബോറിജിനൽസ് ആണ്. Okay, so Australia is made up of people from many countries, especially from UK എന്നുള്ള കുറെ ആൾക്കാരാണ് ഓസ്ട്രേലിയയിലുള്ളത്. അപ്പോ ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്ന കൺട്രിയാണ് ഓസ്ട്രേലിയ ആൻഡ് UK ആൻഡ് കാനഡ ആസ് വെൽ. സോ ഇഫ് യു ആർ കമ്മിങ് ഹിയർ ടു സ്റ്റഡി, ഇഫ് യുവർ ഫോക്കസ് ഈസ് ടു സ്റ്റഡി, നമുക്കൊരു പരിധി വരെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പം ഇവിടുന്ന് ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ വരണമെങ്കിൽ ദാറ്റ് പേഴ്സൺ ഈസ് ഓൾസോ കമ്മിങ് ഫ്രം സം അതർ കൺട്രീസ്. അപ്പോ ഇതൊരു വളരെ നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനത്തെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഇന്റർപ്രറ്റഡ് ഇൻ എ ഡിഫറെന്റ് വേ. സോ ഞാനിവിടെ വന്നിട്ട് ഇത്ര കാലമായിട്ട് ഐ നെവർ എക്സ്പീരിയൻസ്ഡ് എനിത്തിങ് ഇൻ മൈ ലൈഫ് in terms of any kind of racial discrimination or anything. So അപ്പൊ അതുകൊണ്ട് തന്നെ it also depends on your attitude. പിന്നെ ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് at a small level we will experience in our country as well. So it is there everywhere. Okay, so depends on your attitude എന്നാണ്. This is my personal opinion. പക്ഷേ കോട്ട സിസ്റ്റം ഉണ്ടോ രാജ്യങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ? കോട്ട സിസ്റ്റം അങ്ങനെയല്ല, രാജ്യങ്ങൾക്ക് കോട്ട സിസ്റ്റം ഇല്ല. സ്കിൽസിനാണ് കോട്ട ഉള്ളത്. എല്ലാ വർഷവും ഇങ്ങനെ സ്കിൽസ് ലിസ്റ്റ് ചെയ്തിട്ട് അതിൽ പ്രയോറിറ്റീസ് അനുസരിച്ചാണ്. കറക്റ്റ്, അത് തന്നെ. അതാണോ കാനഡയിലും
UK ഉള്ളത്? എല്ലാവരും ഒരു സ്ഥലത്ത് എല്ലായിടത്തും നമ്മുടെ സ്കിൽസിനാണ്, ഏതൊക്കെ സ്കില്ലാണ് ഷോർട്ടേജ് ഉള്ളത് അതിനുള്ള കോട്ട ആണ് അവര് റിലീസ് ചെയ്യുന്നത്. അപ്പൊ താര, അപ്പം ആ ഒരു കാര്യം കൂടെ ഈ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരുന്നു. കുട്ടികൾക്ക് ബേസിക്കലി ഇപ്പൊ ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നൊക്കെ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ സോഷ്യോളജി ആയിരിക്കും, ചിലപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും, ഇംഗ്ലീഷിൽ നിന്ന് തന്നെ ഇപ്പൊ വളരെ അധികം പെൺകുട്ടികള് പുറത്തേക്ക് പഠിക്കാനായിട്ട് തയ്യാറായി പോകുന്നുണ്ട്. അപ്പൊ ഈ സ്കിൽ സെറ്റ്സിന്റെ കാര്യങ്ങളെ പറ്റി ഒന്ന് പറയൂ. തീർച്ചയായിട്ടും. നമ്മള് ഏത് ഏരിയയിലാണ് ഇപ്പോ ഒരുപാട് നമുക്ക് ഞാൻ ജനറലായിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് എക്സൽ ചെയ്യേണ്ടത് ആ ഏരിയയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇപ്പം സോഷ്യോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ എക്കണോമിക്സ്, എനി കൈൻഡ് ഓഫ് ദാറ്റ്, പിന്നെ ഫൈനാൻഷ്യൽ ഏരിയാസ്, ഇപ്പോൾ an accountant or ഫൈനാൻഷ്യൽ അഡ്വൈസർ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ടാണെങ്കിൽ ആ ഏരിയയിൽ പഠിക്കാം. ഇനി അല്ല നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർക്കുണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ഡാറ്റ സയൻസ് എന്ന് പറയുന്നതും വൺ ഓഫ് ദ മേജർ തിങ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് അത് പഠിക്കാം. പിന്നെ എഞ്ചിനീയറിംഗ്, എനി കൈൻഡ് ഓഫ് എഞ്ചിനീയറിംഗ് ഈസ് ഓൾസോ ഇൻ ഡിമാൻഡ്. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു COVID-19 എല്ലാം നമ്മൾ ഫുൾ അഫക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് വരാൻ പോകുന്നത് IT ആയിരിക്കും. IT എന്ന് പറയുന്നത് ഭയങ്കര ബ്രോഡാണ്. നിങ്ങൾക്ക് കാര്യം എല്ലാം തന്നെ ഡിജിറ്റലൈസ് ചെയ്യുന്ന ഒരു സ്ഥലത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് IT-യിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഇനിയല്ല ആർട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല നമുക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ നമുക്ക് സോഷ്യോളജി, പിന്നെ അങ്ങനെ എനി കൈൻഡ് ഓഫ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് വേറൊരു മേജർ ഏരിയ ആണ്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത്, കമ്മ്യൂണിറ്റി സർവീസിൽ നമുക്ക് കമ്മ്യൂണിറ്റി വർക്കറായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ യൂത്ത് വർക്കറായിട്ട് വർക്ക് ചെയ്യാം, ഡിസബിലിറ്റി സപ്പോർട്ട് ഓഫീസർ, വെൽഫെയർ വർക്കർ, അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ആർ എൻഡ്ലെസ്. സോ നിങ്ങൾ ഇതാണ് പലർക്കും അറിയാത്തത്. എല്ലാവർക്കും എഞ്ചിനീയറിംഗ് അറിയാം, മെഡിസിൻ അറിയാം, അല്ലെങ്കിൽ നഴ്സിംഗ് അറിയാം. പക്ഷെ ഇതുപോലെയുള്ള സ്കിൽസ്, അതാണല്ലോ അത് ചോദിച്ചത്. ഈ സ്കിൽസ് ഏതൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്, എവിടെയാണ് നമുക്ക് അതിന് സാധ്യതകൾ കൂടുതലുണ്ടെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. മനസ്സിലായി. അപ്പോൾ ഈ പറയുന്ന മെയിൻ ഏരിയാസ് എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. പിന്നീടുള്ള നമുക്ക് ഈ വരുന്ന സബ് തിങ്സ് ആണ് നമുക്ക് ഈ പറയുന്ന കമ്മ്യൂണിറ്റി സർവീസ്. പിന്നെ ഉള്ളത് ടീച്ചിങ്ങിൽ ഓസ്ട്രേലിയയിൽ വളരെ ഹൈ സ്കോപ്പാണ്. ടീച്ചേഴ്സ് 3 കാറ്റഗറി ഓഫ് ടീച്ചേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്, സെക്കൻഡറി ആൻഡ് ദെൻ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സ്, പിന്നെ യൂണിവേഴ്സിറ്റി ലെക്ചറേഴ്സ്. പിന്നെ വേറൊരു എമേർജിങ് ഏരിയ എന്ന് പറയുന്നത് ഫാർമസിയാണ്. ഇപ്പോൾ ഈ ഒരു ടൈമില് ഫാർമസിസ്റ്റുകൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടൈമാണ് ഈ അതായത് പലതരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ഫാർമസിസ്റ്റ് ആകാം, റീറ്റെയിൽ ഫാർമസിസ്റ്റ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള വാക്സിൻ ക്രൈസിസ് ലോകത്ത് മുഴുവനും വന്നിരിക്കുകയാണ്. അപ്പൊ തന്നെ അതാണ് ഫാർമസി ഇസ് എ ബിഗ് ഏരിയ ദാറ്റ് വി ക്യാൻ ഫോക്കസ് ഓൺ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. പിന്നീടുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് ട്രേഡ് ഒക്യുപ്പേഷൻസ് ആണ്. ട്രേഡ് ഒക്യുപ്പേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ, നമ്മൾ +2 കഴിഞ്ഞിട്ട് നമുക്ക് ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഡിപ്ലോമ ലെവൽ ക്വാളിഫിക്കേഷൻ, ട്രേഡ് ഒക്യുപ്പേഷൻസിൽ വരുന്ന ഒക്യുപ്പേഷൻസ് ആണ് ഇപ്പൊ കാർപ്പൻറ്റർ, പ്ലംബർ, പിന്നെ ഷെഫ്, അങ്ങനെ കുറെ ഒക്യുപ്പേഷൻസ് വരുന്നുണ്ട്. അതിന് നമ്മുടെ ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഡിപ്ലോമ ലെവലാണ്. അപ്പം നിങ്ങൾക്ക് അതിലാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഏത് ലെവലിലാണോ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ആ ലെവലിൽ നമുക്ക് ആ ലെവലിലുള്ള സ്കിൽസ് അക്വയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഏത് കൺട്രിയിലാണെങ്കിലും പഠിക്കാം. ഈ ഒരു ഒക്യുപ്പേഷൻസ് ഒക്കെ സ്കിൽ ഷോർട്ടേജിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസ്, നമ്മൾ അതിലേക്ക് വന്നില്ല, പെർമനന്റ് റെസിഡൻസി. ഇപ്പം ഇഫ് യു വാണ്ട് ടു മേക്ക് ദീസ് കൺട്രീസ് യുവർ ഹോം കൺട്രി, ദെൻ നമുക്ക് അതിനുമുള്ള ഓപ്പർച്യൂണിറ്റീസ് വളരെയധികമാണ്. അതൊരു പാത്വേ തന്നെയാണുള്ളത്. അപ്പം ഇത് പറയുമ്പോൾ നമ്മൾ പറയുകയാണ്, ബട്ട് അഗെയിൻ വെൻ യു റിയലി റീച്ച് ദെയർ യു ഹാവ് ടു ഗോ ത്രൂ ദാറ്റ് സ്പെസിഫിക് പാത്വേ ടു റീച്ച് ദെയർ. പക്ഷേ ദെയർ ആർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദാറ്റ്. അതെ, അതൊരു ഉദ്ദേശമാണല്ലോ പലരുടെയും. പഠനം മാത്രമല്ലല്ലോ ചെയ്യാൻ പറ്റുമോ. അതും ഓസ്ട്രേലിയ ഒരു മൈഗ്രന്റ് കൺട്രി ആയതുകൊണ്ട് ആ സാധ്യതകൾ കൂടുതലുണ്ടെന്നാണ് എല്ലാവരുടെയും വിശ്വാസം. ഇപ്പൊ നമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണോ ഓസ്ട്രേലിയയിൽ വരുന്ന വിദേശ വിദ്യാർത്ഥിനികൾക്ക്? അതെ, കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു.
അതെ. ഇപ്പോ ചൈനയും ഓസ്ട്രേലിയയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ നിന്ന് ചൈനയിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾ കുറഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് ഉണ്ടോ? നമ്മള് ചൈന വൺ ഓഫ് ദ മെയിൻ കൺട്രീസ് ആയിരുന്നു, ബട്ട് അതിന്റെ ഒരു പോപ്പുലാരിറ്റി ഇപ്പൊ വളരെ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ സം പ്രോബ്ലംസ് ഇൻ ബിറ്റ്വീൻ. സോ ഇന്ത്യ വാസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് വൺ. സോ അപ്പം ഈ ഒരു റൗണ്ടിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ ഓസ്ട്രേലിയയില് ധാരാളം പേരുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ, അത് ശരിയാണോ? വിയറ്റ്നാം, തീർച്ചയായിട്ടും വിയറ്റ്നാമിൽ നിന്നും കുറെ ആൾക്കാരുണ്ട് ഓസ്ട്രേലിയയിൽ. പിന്നെ ഫിജി, ഇവിടെ അതുപോലെയുള്ള സൗത്ത് പസഫിക് കൺട്രീസിൽ നിന്ന് കൺട്രീസിൽ നിന്നും ഒരുപാട് നമ്മളിപ്പോ ഓസ്ട്രേലിയ നമ്മൾ ഈ സ്ട്രീറ്റിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ യു ക്യാൻ സി എവറിബഡി ഫ്രം ഈച്ച് ആൻഡ് എവറി കൺട്രി യു വിൽ സി സംവൺ. But still they have plenty of space. ഇഷ്ടംപോലെ ഇറങ്ങാമല്ലോ. 15 million population. അതാണ് അഡ്വാൻറ്റേജ്. അപ്പൊ എന്താണ് ഈ സ്റ്റുഡൻറ് ചെയ്യേണ്ടത്? ഇപ്പൊ ഫ്ലൈ വേൾഡ് എന്നുള്ള ഒരൊറ്റ വാക്ക് കൊണ്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നമ്മള് ഒരു ലോ ഫേം ആണ്. സോ അതുകൂടെ ഞാൻ പറയാം, ഇതൊരു ഏജൻസി അല്ല, ദിസ് ഈസ് എ ലോ ഫേം. ഒരു ലീഗൽ പ്രാക്ടീസ് ആയതുകൊണ്ട് വി വിൽ ബി ഹെൽപ്പിംഗ് ദം ഫ്രം ദ വെരി ബിഗിനിങ്. അതായത് കോഴ്സ് സെലക്ട് ചെയ്യുന്നത് മുതൽ പെർമനന്റ് റെസിഡൻസി ഒബ്റ്റെയിൻ ചെയ്യുന്നത് വരെ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലോങ് ജേർണി. കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ പോസ്റ്റ് സ്റ്റഡി വിസ. അതായത് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ നിൽക്കാനുള്ള ഒരു വിസ ഉണ്ട്. ആ വിസയില് ഗ്രാജുവേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? കറക്റ്റ്, ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ നിങ്ങളുടെ കോളേജിൽ നിന്നൊക്കെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണോ ഈ ഫോറിൻ സ്റ്റഡീസിനെ പറ്റി ചിന്തിക്കുന്നത്? മിക്കവാറും കുട്ടികള് ഗ്രാജുവേഷൻ ഇവിടെ കഴിഞ്ഞിട്ടാണ്. അതായത് പേരൻസിന് ആ ഒരു നമുക്കൊരു കൺസേൺ ഉണ്ടല്ലോ, ഒരു 20 വയസ്സായി കഴിയുമ്പോൾ ഷീസ് കോമ്പിറ്റന്റ് ടു എക്സ്പ്ലോർ പോസിബിലിറ്റീസ്. അപ്പം ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒത്തിരി കുട്ടികൾ ഇപ്പോൾ ആഗ്രഹം പ്രകടിപ്പിക്കാറുണ്ട്. അതായത് പുറത്തു പോയി അവനവന് തന്നെ, ചിലര് തിരിച്ചു വന്നാൽ എന്തൊക്കെയാണ് അവർക്ക് അതും കൂടെ ഞാൻ താരയോടൊന്ന് ചോദിക്കണം എന്ന് വെച്ചു. സപ്പോസ് ഇപ്പൊ പുറത്തു പോയി അവിടെ തന്നെ ജോലി കിട്ടണം എന്ന് ആഗ്രഹമില്ലാത്ത കുട്ടികൾക്ക് can you share some experience where how students who have studied in other campuses, how they have made a difference in our countries? That's a very good question. കാര്യം എല്ലാവരും തന്നെ ഒരു കൺട്രിയിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കണം എന്നില്ല. സോ നമുക്ക് ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് പഠിച്ചത്, ഇറ്റ് വുഡ് ഓൾസോ ബി ബെറ്റർ ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ യുവർ ഓൺ കൺട്രി. ഒരുപാട് ആൾക്കാര് ഇവിടുന്ന് പഠിച്ചിട്ട് either they will go to their home country or they will go to some other countries. അപ്പം ഇവിടുന്ന് പഠിച്ചിട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി സർവീസിനൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു സിസ്റ്റം, കമ്മ്യൂണിറ്റി സർവീസ് സിസ്റ്റം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ് ഫ്രം ഇന്ത്യ. സോ ഇഫ് യു ലേൺ സംതിങ് ഫ്രം ഹിയർ ആൻഡ് ഇഫ് യു വാണ്ട് ടു പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് ബാക്ക് ഇൻ ഇന്ത്യ, അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിന്റെ തന്നെ വയനാട് ആ ഒരു ഏരിയകളിലൊക്കെ ഇത് പഠിച്ചതിന് ശേഷം, കമ്മ്യൂണിറ്റി വർക്ക് എന്ന് പറയുന്ന ഒരു ഇത് പഠിച്ചതിന് ശേഷം തന്നെ പലരുടെയും ജീവിതത്തിൽ ഒരുപാട് ഡിഫറൻസ് വരുത്തിയ കേസുകൾ എനിക്കറിയാം. ഇവിടുന്ന് പഠിച്ചിട്ട് പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി അല്ലാതെ ഇവിടുത്തെ ടെക്നിക്കലായിട്ട് പഠിച്ചിട്ട് UK, US, ഓസ്ട്രേലിയയിൽ നിന്ന് പഠിച്ചിട്ട് UK, US എന്നൊക്കെ ഉള്ള കൺട്രീസിൽ പോകുന്ന ആൾക്കാരെ എനിക്കറിയാം. ആൻഡ് ഓൾ ദീസ് മൾട്ടിനാഷണൽ കമ്പനീസ്, ഇപ്പൊ ഇവിടുന്ന് പഠിച്ചത് കൊണ്ട് മാത്രം മൾട്ടിനാഷണൽ കമ്പനീസിൽ നമുക്ക് മറ്റുള്ള കൺട്രീസിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ opportunities are endless. നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളത് that is not going to be the end of the story. നിങ്ങൾ അവിടെ പഠിച്ച് അവിടുന്ന് നിങ്ങൾക്ക് ഏത് കൺട്രീസിലോട്ട് വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാനും, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവിടെ ഏത് കൺട്രി വേണമെങ്കിലും, ചില ആൾക്കാര് not mainly Indians, other countries ഇവിടെ പഠിച്ചിട്ട് they will go as an exchange student to somewhere else, from Singapore അങ്ങനെയുള്ള കൺട്രീസ് നമ്മൾ എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. ചിലര് വെറുതെ ഒരു കൺട്രിയിൽ പോയിട്ട് വർക്ക് ചെയ്തിട്ട് അവിടെ ഒരു 2 വർഷം വർക്ക് ചെയ്തിട്ട് അടുത്ത കൺട്രിയിലേക്ക്, അങ്ങനെ ഒരു വേൾഡ് ടൂർ തന്നെ ഫോർ എവറി 2 years they will move countries. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണുള്ളത്. ഈ കോവിഡിന്റെ കാര്യം പറഞ്ഞല്ലോ, കോവിഡ് എന്തായാലും എത്ര നാൾ ഇത് നിൽക്കും നമുക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇല്ലേ ട്രാവലിന്? അപ്പൊ അത് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഇപ്പൊ ഗ്രോത്ത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ആണ് ഇപ്പം കൂടുതൽ വർദ്ധിച്ചു വരുന്നത്. അത് ഇത് കോവിഡ് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ തിരിച്ചു മറ്റേതിലേക്ക് പോയിരിക്കും. പക്ഷെ എന്നാലും ഓൺലൈനിന്റെ കുറെ സാധ്യതകളും അതിന്റെ പ്രയോജനം ഇപ്പൊ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ. അപ്പൊ ആ ട്രെൻഡ് മാറാൻ സാധ്യതയില്ല. ഇപ്പൊ അമേരിക്കയിലെ വിസയെ പറ്റി പറയുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾ ഇവിടെ വരുന്നത് എന്തിനാണ്? ഓൺലൈൻ എഡ്യൂക്കേഷൻ, ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ അമേരിക്ക യു ക്യാൻ ഡു ഫ്രം യുവർ ഓൺ കൺട്രി.
അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരും. പക്ഷെ അത് അപ്പൊ ഈ സെറ്റിൽ ചെയ്യുന്ന ഇമിഗ്രേഷന്റെ ഇതിനെ ബാധിക്കുകയില്ലേ? ഓൺലൈൻ എഡ്യൂക്കേഷൻ മാത്രം കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യുകയില്ല പലരും. അതായിരിക്കും ഒരു പ്രശ്നം വരും. പക്ഷെ അങ്ങനെ നമ്പേഴ്സ് കുറഞ്ഞാൽ അപ്പൊ ആ ഇമിഗ്രേഷൻ അല്ലെങ്കിൽ പുറത്തു പോയി പഠിക്കുക എന്നുള്ളതിന്റെ അട്രാക്ഷൻ കുറയാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓരോ കൺട്രിയിലും ഈ പറയുന്ന ഈ കൺട്രീസിനൊക്കെ ദേ റിയലി നീഡ് പീപ്പിൾ ടു ബി ഹിയർ ആൻഡ് കോൺട്രിബ്യൂട്ട് ടു ദെയർ എക്കണോമി. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു കോവിഡ് ടൈമിൽ ആക്ച്വലി ദേ കനോട്ട് ഡു ഇറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഓൺലൈൻ ഇത് കൊടുത്തിരിക്കുന്നത്, ഒരു ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. യൂണിവേഴ്സിറ്റീസ് എല്ലാം ഹൈലി സപ്പോർട്ടീവ് ആണ്. പക്ഷെ നമ്മൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ ഇവര് പഠിക്കുക എന്നുള്ളത് മെയിൻ ആണ്. ബട്ട് അഗെയിൻ ദേ വാണ്ട് ആൻ എക്സ്പോഷർ അല്ലെ? നമ്മളിപ്പോ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിലിരുന്ന് പഠിക്കുന്നത് നമുക്ക് എന്ത് വേണേലും നമുക്ക് ഓൺലൈൻ പഠിക്കാം. സോ ഇഫ് ദേ ആർ ലുക്കിംഗ് ഫോർ ആൻ എക്സ്പോഷർ, ദാറ്റ്സ് വെൻ ദീസ് ട്രാവൽ ബാൻ ആൻഡ് തിങ്സ് വിൽ അഫക്ട്. അപ്പൊ നമുക്ക് അറ്റ് ദ വെരി നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി whenever Australian government or other countries allow them to be in, it is always better for them to go there and study. നമുക്ക് പഠിക്കുന്നത് നമ്മൾ എപ്പോഴും ഒരു ജീവിതത്തിൽ പഠിത്തം എന്ന് പറയുന്നത് അക്കാഡമിക് മാത്രമല്ലല്ലോ, there are many things. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലേക്ക് തന്നെ കാര്യങ്ങൾ തിരിച്ചു പോകും whenever it is possible. And again കൺട്രീസിന് നിങ്ങൾ ഓൺലൈൻ പഠിച്ചിട്ട് യു ജസ്റ്റ് സ്റ്റേ ദെയർ എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഒരു പ്രയോജനം ഉണ്ടാവുന്നില്ല ഒരു കൺട്രിക്കും. അപ്പൊ ഇവിടുത്തെ ടെമ്പററി ഫീച്ചർ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. പക്ഷേ ചില ഇമിഗ്രന്റ് കൺട്രീസ് അത് ഉപയോഗിച്ചിട്ട് വിസ റെസ്ട്രിക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, പെട്ടെന്ന് അവസാനിച്ചില്ലെങ്കിൽ. അതെ അതെ അതെ. അപ്പൊ അവർക്ക് എന്താണ് കൺട്രിക്ക് വേണ്ടതെന്നുള്ളതനുസരിച്ച്. ആൻഡ് അഗൈൻ ഇതിനകത്തുള്ള വേറൊരു കാര്യം യൂണിവേഴ്സിറ്റീസിന്റെ സർവൈവൽ ആണ്. യൂണിവേഴ്സിറ്റീസ് ദേ ഹാവ് ടു സർവൈവ്. They need to get funding, so they need to have students. അപ്പം അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതുകൊണ്ടും ഈ ഓൺലൈൻ എന്നുള്ള ഒരു കാര്യം അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു വാണ്ട് യു സ്റ്റഡി ഓൺലൈൻ നൗ, whenever it is possible you can come in. അപ്പം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. വേറെ എന്താണല്ലോ നമ്മുടെ സമയം ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഞാൻ ഈ ഇങ്ങനെ സെന്റ് തെരേസാസ് പോലെയുള്ള ഒരു കോളേജില് ചിലപ്പോ ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും ആ കുട്ടി. പക്ഷെ ഇപ്പൊ പല പ്രാവശ്യവും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, അവർക്ക് ഈ പറയുന്ന പോലെ ആ ഡെപ്പോസിറ്റ് കാര്യം, അതായത് ഡെപ്പോസിറ്റ് അതില്ലെങ്കിൽ, ആ പൈസ അവിടെ ഡെപ്പോസിറ്റ് ഇല്ലെങ്കിൽ ചിലപ്പം അവർക്ക് അവരുടെ ആപ്ലിക്കേഷൻ അവര് ഡിനൈ ചെയ്യപ്പെടും. അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ താര? തീർച്ചയായിട്ടും നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. സോ നമുക്ക് എഡ്യൂക്കേഷൻ ലോണിന് നമുക്ക് അപ്ലൈ. ഇപ്പം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ പ്ലീസ് ആസ്ക് ദം ടു ചെക്ക് ഇഫ് ദേ ക്യാൻ ഗെറ്റ് എ സ്കോളർഷിപ്പ്. ദർ ആർ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ് അവൈലബിൾ. ഇനി അങ്ങനല്ല, നമ്മൾ അത്ര ബ്രില്യൻ്റ് ഒന്നുമല്ല, പക്ഷെ എനിക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി എന്ന് പറയുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷൻ ലോൺ, നമുക്ക് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ ഗിവ് യു എ ലോൺ. അപ്പൊ അവർ എങ്ങനെയാണ് ലോൺ തരുന്നത് വെച്ചാൽ, ദേ വോണ്ട് give you any money, they will put in an account and then they will pay the യൂണിവേഴ്സിറ്റിക്ക് അവരായിരിക്കും പേ ചെയ്യുന്നത്. and they will definitely make sure that you will study. അതായത് നമ്മൾ പഠിച്ച ഒരു സെമസ്റ്റർ കഴിഞ്ഞാലേ നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് പോകുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് കേട്ടോ. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ they will be able to help you. ഈ ഒരു ടൈപ്പും ഈ ഒരു ഇതിനും ഒക്കെ നിങ്ങളെ സഹായിക്കാറുണ്ടോ? നമുക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡിങ് ഓൺ ദ സിറ്റുവേഷൻ വി വിൽ ബി ഡെഫിനറ്റ്ലി ഏബിൾ ടു ഗൈഡ് ദം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ, അല്ല അപ്പൊ ചെയ്യേണ്ടത് ഇതാണ്, നമ്മൾ അഡ്വൈസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലതയുടെ കോളേജിലായാലും അതുപോലെ ഈ പരിപാടി കാണുന്നവരോട് പറയാവുന്നത്, എന്ത് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്ലൈ വേൾഡ് പോലെയുള്ള ഈ ലോ ഫേംസിനെ നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. അപ്പോ ഒറിജിനലായിട്ട് അവരുടെ അഡ്വൈസ് കിട്ടിയതിന് ശേഷമേ നമ്മൾ ഈ തീരുമാനങ്ങൾ എടുക്കാവൂ എന്നുള്ളതല്ലേ പറയേണ്ടത്? അതല്ല അഡ്വൈസ് നമ്മൾ കൊടുക്കേണ്ടത് താര? തീർച്ചയായിട്ടും നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിനുള്ള റെലവെന്റ് അഡ്വൈസ് എടുത്തതിന് ശേഷം തീരുമാനിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ റെഡ്യൂസ് എ ലോട്ട് ഓഫ് സ്ട്രെസ് ആൻഡ് പ്രഷർ ആൻഡ് സോ മെനി തിങ്സ്. അല്ല, അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇതുപോലത്തെ ലോ ഫേംസിന് ഇത്രയും ആളുകളുടെ ഉത്തരം പറയാനും അവരുമായിട്ട്? തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സ്റ്റാഫ് ഉണ്ട്. നമുക്ക് there are many people working with us with a lot of experience in this field. അതുകൊണ്ട് തന്നെ all genuine inquiries we can definitely help them. Starting from the scratch we can help them. But you have people here also in India? Yes, correct. നമുക്ക് കൊച്ചിൻ ഓഫീസ് ഉണ്ട്.
ശരി. അല്ല, ഒരു ഹെസിറ്റേഷൻ ഉള്ളത് അതാണ്. ഈ ധാരാളം ഏജൻസികൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഉണ്ട്, അപ്പോ തീർച്ചയായിട്ടും. ഫ്ലൈവേൾഡിനെ പോലെയുള്ള ഒരു ലോ ഫേമിന് ഈ റെപ്യൂട്ടേഷൻ ഉള്ളത് കൊണ്ട്, നിങ്ങൾ ഡിപ്പെൻഡബിൾ ആണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകും. ഇപ്പൊ കൊച്ചിയിലുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ സെയിന്റ് തെരേസസിലെ സ്റ്റുഡൻസ് നമ്മൾ പ്രത്യേകം പറയാം, ഫ്ലൈവേൾഡിലാണ് നിങ്ങൾ സമീപിക്കേണ്ടത് എന്നുള്ളത്. അപ്പോ അതിനുവേണ്ടിയാണ് ഒരു ഉപദേശം എന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് എന്നുള്ള തരത്തിൽ ഈ പ്രോഗ്രാമിനെ എല്ലാവരും ഉപയോഗിക്കും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും വിശ്വസിക്കുന്നതും. ആർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഉപദേശമായിട്ട് അവസാനം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കണം, പുറത്തു പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് അത് ഏത് കൺട്രിയിലാണ് നിങ്ങൾക്ക് അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള റിക്വയർമെന്റ്സ് ഒക്കെ പലപ്പോഴും നമുക്ക് IELTS വേണ്ട, അല്ലെ ഇംഗ്ലീഷ് ടെസ്റ്റ് വേണ്ട എന്നൊക്കെ കേൾക്കാം. അതൊക്കെ ഓരോ സ്പെസിഫിക് സർക്കംസ്റ്റാൻസസിലാണ് നമുക്ക് IELTS വേണ്ടാത്തത്. അതിന്റെ ഒരു കൃത്യമായ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് പോവുക. അതുകൊണ്ട് നമുക്ക് സർപ്രൈസസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെന്നുണ്ടെങ്കിലും there will be opportunities. If you need to know more about this, definitely, as Srinivasan sir said, you can contact us. We will be able to guide you throughout the process until you get what you want. Thank you very much. That's a great Thank help. you. So Thank you. I hope our viewers will take this advice and contact you as soon as they think in terms of studying abroad. Thank you very much. Thank you, Tara. Okay, Thank you, thank you. Lata, Thank you, for sir. this Thank you so much. conversation.